ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത അടിപൊളിയൊരു ക്രൈം ത്രില്ലർ സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ബംഗാളി കഥയാണ്. കഥയുടെ പേര് FIR. ഒരിക്കലും ഈ ഒരു കഥ നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഉറപ്പായിട്ട് ഈ കഥയിൽ ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, വേറെ ലെവല് സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇനിയും കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇനിയും ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു 2 ദിവസം മുമ്പ് ഇതിലും അടിപൊളി ത്രില്ലിങ്ങും ട്വിസ്റ്റും ഒക്കെ ഉള്ള ഒരു കിഡിലോസ്കി തെലുഗു സീരീസ് വ്യൂഹം ഫുള്ളായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു 4-5 റൗഡികൾ ചേർന്നിട്ട് രാത്രി ഒരു വെള്ളമടി പാർട്ടിയിലാണ്. അപ്പോൾ അതിലൊരു റൗഡി ചോദിക്കുന്നുണ്ട്, അല്ലടാ, നമ്മുടെ ഗോപാലിനെ കഴിഞ്ഞ രാത്രി ആരോ തീർത്തറിഞ്ഞില്ലേ? ഒരു 2 മാസം കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിലേ അവൻ നമ്മുടെ MLA ആവണ്ടവനല്ലേ? ഇനിയിപ്പോ നിങ്ങളിൽ ആരെങ്കിലും ആണോടാ അവനെ തീർത്തെ? അപ്പോൾ ഒരുത്തൻ, താൻ എന്താ അവിടെ പറയുന്നേ? നമ്മൾ ആരെങ്കിലും ഒറ്റക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ? എന്നും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായിട്ടല്ലേ നമ്മൾ എന്ത് വർക്ക് എടുക്കാറുള്ളൂ. പിന്നെ ഗോപാലിന്റെ കൊലയുടെ പിന്നില് ആരാണെന്ന് സംശയിക്കൊന്നും വേണ്ട, ആ നേപ്പാളിലെ അവൻ തന്നെയാ. അതായത് ആ ഒരു നാട്ടിലെ ഒരു വലിയ റൗഡി തന്നെയാണ് ഈ നേപ്പാള്. ആ നേപ്പാളിനെ അവനെ ഒതുക്കാനൊരു സമയം കിട്ടിക്കഴിഞ്ഞാല് അങ്ങ് തീർത്തള്ളണം. അല്ലടാ, നീയല്ലേ പറഞ്ഞ് രാത്രി പാർട്ടിക്കൊരു പെണ്ണ് വരുന്നുണ്ടെന്ന്? ആരെയും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ആ കൂട്ടത്തിലെ മാമനൊരു കോള് വരുന്നത്. അതായത് പറഞ്ഞ പെൺകുട്ടി പുറത്തെത്തിയിട്ടുണ്ട്, അവൾക്ക് എന്തോ ഒരു പേടി പോലെ, ഒന്ന് പോയിട്ട് കൂട്ടിട്ട് വരാന്. അപ്പ മാമൻ, പിന്നെന്താ, ഞാൻ കൂട്ടിട്ട് വരാന്ന്. അപ്പോഴാണ് പുറത്ത് ആ പെൺകുട്ടിയുടെ പിന്നിലായിട്ട് മുഖമൊക്കെ ഒരു ഷാള് വെച്ച് മൂടിയ ഒരാൾ നിൽക്കുന്ന കാണുന്നേ. മാമനാണെങ്കിൽ പുറത്തു വന്നിട്ട്, മോളെ നീ എന്തിനാ പേടിക്കുന്നേ, നീ എവിടെ? എന്നാല് മാമന് മുമ്പിലേക്ക് ആ ഒരു അജ്ഞാതനാണ് വരുന്നേ. അങ്ങനെയുടെ കയ്യിൽ ഒരു വാളുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ വാള് പുറത്തെടുത്തിട്ട് ആ മാമനെ വെട്ടി കൊലപ്പെടുത്താണ്. എന്നിട്ട് അയാളുടെ ബോഡി വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതേ സമയത്ത് അവരെ കാത്തിരുന്ന ആ പെൺകുട്ടിയിലെ അവൾ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബാക്കി റൗഡികളോട് ചേർന്നിട്ട് ഡാൻസും പാട്ടുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിലെ മാമനെ ഒരാൾ കൊലപ്പെടുത്തി ബോഡി വലിച്ചിട്ട് പോയതുപോലും ആ റൗഡി ഗ്യാങ് ആരും അറിഞ്ഞിട്ടില്ല. അടുത്ത സീനില് നമ്മുടെ കമ്മീഷണറില്ലേ, അസിസ്റ്റന്റ് കമ്മീഷണർ വിളിപ്പിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തിലെ 2 ബ്രൂട്ടൽ മർഡേഴ്സാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ ഒരാള് റൂളിംഗ് പാർട്ടിയിലുള്ളതും അതുപോലെ മറ്റൊരാള് ഓപ്പോസിറ്റ് പാർട്ടിയിലും. ഇപ്പോ ഭരണത്തിലുള്ള പാർട്ടിയുടെ ഒരു റാലിയിലാണെങ്കിലേ ഭരണകക്ഷിയിലെ ഗോവിന്ദ് കൊല്ലപ്പെട്ടില്ലേ, അതിന്റെ കൊലയാളെ കണ്ടെത്താത്തതിന് ആരൊക്കെയോ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി നേരിട്ട് വിളിപ്പിച്ചിട്ട് ഈ ഒരു കേസ് വേഗം തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞതാ. നിലവിലിപ്പോ 2 കൊലപാതകമായി. ഇനി ഒരിക്കൽ പോലും ഒരു കൊലപാതകവും ഇവിടെ നടക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള വേഗത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസർ അന്വേഷിച്ചിട്ട് വേഗം തന്നെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തേക്ക് വരുമ്പോ അങ്ങേർക്കൊരു കോള് വരികയാണ്. മറുഭാഗത്ത് ആരാണ് സംസാരിക്കുന്നത് കാണിക്കുന്നില്ല. അയാൾ പറയുന്നത് രഘുനന്ദപൂരിലേക്ക് ഒരാളും ഒരു ഇൻവെസ്റ്റിഗേഷൻ വരാൻ പാടില്ല. അതായത് കഥയുടെ ആരംഭത്തിൽ 2 കൊലപാതകം നടന്നില്ലേ, അതേ നാട് തന്നെയാണ് രഘുനന്ദപുരം. എന്നാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അയക്കാതിരിക്കാൻ പറ്റില്ല, കാരണം മന്ത്രിയുടെ ഓർഡറാ. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട, ഒരു ഓഫീസർ വരും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ട് ഓൾറെഡി അവിടെ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതും എടുത്തിട്ട് പോന്നോളൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. അടുത്ത സീനില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ACP അപരിജിത് ദത്ത് നല്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നാൽ ആരോ കോൾ ചെയ്യുന്നുണ്ട്. തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആ കോള് കട്ടിയാണ്. കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു ഡ്രോയിങ് ബുക്ക് കാണുന്നത്. അതായത് തന്റെ മകള് ചെറുപ്പത്തിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു. ഒരിക്കൽ ഹീറോ ഡ്യൂട്ടിയുള്ള സമയത്ത് തന്റെ മകള് വീഡിയോ കോൾ ചെയ്ത്, ഞാൻ അച്ഛന്റെയും അമ്മയുടെയും എന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു ഡ്രോയിങ് ബുക്കിൽ കാണിച്ചു കൊടുക്കുമ്പോ, എന്റെ കുഞ്ഞ് വലുതായി പോയിട്ടാ, അച്ഛൻ വരുമ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ഹീറോ ദത്തയുടെ ഭാര്യയെ ഏതൊരു മുഖമൂടി അജ്ഞാതൻ ഷൂട്ട് ചെയ്യാണ്. മകളുടെ പിന്നിലെ ഭാര്യ കട്ടിലേക്ക് വീഴുന്ന കണ്ടിട്ട് തരിച്ചു നിൽക്കുമ്പോ ആ ഒരു അജ്ഞാതനില്ലേ തന്റെ മകളെയും ഹീറോയുടെ കൺമുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. നമ്മുടെ ദത്തയുടെ നെഞ്ച് തകർന്നു പോകുന്നുണ്ട്. തന്റെ മകളുടെ ആ ഒരു ചിത്രങ്ങൾ ഓർത്തിട്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ DCP ആണ്. ഇങ്ങേരെ ഞാൻ ACP എന്ന് പറഞ്ഞു തോന്നൂലേ, ഇങ്ങനെ DCP ആണ് കേട്ടോ, നമ്മുടെ ഹീറോയാണ് ACP. അങ്ങനെ DCP നമ്മുടെ ദത്തയോട് പറയുന്നുണ്ട്, എത്ര നാളെ നീ ലീവ് എടുക്കാൻ തുടങ്ങിയിട്ട്? ശരിയാണ്, നീ ജോലിയിലുള്ള സമയത്ത് ഒരു ട്രാജഡി നിന്റെ ഫാമിലിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ട്രോമയിൽ നീ എത്ര നാൾ ജീവിക്കും? ഓൾറെഡി ഞാൻ നിനക്കൊരു ഫയൽ അയച്ചിട്ട് നീ എന്താ റിപ്ലൈ പോലും ചെയ്യാത്തെ? ഒരു കാര്യം ചെയ്യ്, ഒന്ന് രഘുനന്ദപൂരിലേക്ക് പോയിട്ട് ആ ഒരു ഗ്രാമത്തിൽ തുടർച്ചയായിട്ട് 2 ബ്രൂട്ടൽ മർഡേഴ്സ് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് കൂടുതൽ ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ ഒരു നാട്ടിലേക്ക് പോയിട്ട് അന്വേഷിക്കുന്ന പോലെ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കളിക്കുക.
വിളിക്കുക. ഓൾറെഡി ഞാൻ അവിടെ കേസിന്റെ ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഇങ്ങ് തിരിച്ചു വന്നാൽ മതി. ഒരാഴ്ചത്തെ പണിയുള്ളൂ. എന്നാലും ദത്ത അതിനിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. ഏതൊരു ഓഫീസറെയും സാറിന് അയക്കാലോ. എന്നാലും DCP നിനക്കറിയാലോ, ഈ സമയത്ത് എനിക്ക് അതിനെ വിശ്വസിച്ച് അയക്കാൻ വേറൊരാളില്ല. പോലീസ് ട്രെയിനിങ് സമയത്തൊക്കെ ഞാൻ നിന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നന്ദി നിനക്ക് കാണിക്കണം തോന്നുകയാണെങ്കിൽ ഒന്ന് കൂടെ നിൽക്ക്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ ദത്തയും രഘുനന്ദപൂരിലേക്ക് പോവാന്ന് സമ്മതിക്കുകയാണ്. അതേ സമയത്ത് രഘുനന്ദപൂരിലെ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുടെ പേര് മിശ്ര. അങ്ങനെ ഇപ്പോഴുള്ള ആ നാട്ടിലെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് നിലവിലിപ്പോൾ 2 മർഡേഴ്സ് നടന്നില്ലേ, ആ കേസ് വേഗം ക്ലോസ് ചെയ്തേക്ക്. പിന്നെ പുറത്തു നിന്ന് ഏതോ ഒരു ACP ദത്തോ ആരോ വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടോ. ഇനി ആര് ഇൻവെസ്റ്റിഗേഷൻ വന്നാലും വന്നോളാം, വേഗം തന്നെ തിരിച്ചു പോയിക്കോളാം. അല്ലാതെ എന്റെയോ എന്റെ ടീമിന്റെ പിന്നാലെ ഒരുത്തനെ വരരുത്. അതിനാണ് എനിക്ക് പൈസ തരുന്നെന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്പെക്ടറിന് ഒരു കെട്ട് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ സാറ് പറഞ്ഞേക്ക് ഓക്കെയാ, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. ഞാനൊരു സാധാരണ SI അല്ലേ. എന്നാൽ ACP സാറ് അങ്ങനെ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാ. അപ്പോൾ അയാൾ പറയുന്നത് ഞാനാ കേൾക്കണ്ടേ, ഞാൻ പറയുന്ന അങ്ങനെ കേൾക്കില്ല. അപ്പൊ മിശ്ര ഹയർ ഓഫീസേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിന്നോട് പറഞ്ഞ പോലെ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ACP വരും, ആ ഫയൽ വാങ്ങിട്ട് തിരിച്ചു പോകും. നിന്റെ ഒരു കണ്ണ് അയാളുടെ മേലെ ഉണ്ടായാൽ മതി. അപ്പൊ SI പിന്നെന്താ, അതൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് രഘുനന്ദപൂരിലെ ഒരു ഡോക്ടറാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ കഥയിലെ നായികയാണ്. ഇവളുടെ പേരാണ് ഡോക്ടർ ഇഷ. നമ്മുടെ ഇഷ ചെറുപ്പത്തിൽ പഠിച്ചു വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. ആ അനാഥാലയം നടത്തുന്നത് സിദ്ധാർത്ഥ എന്നൊരു മാഷാണ്. അതുപോലെ ആ ഒരു മാഷിന് ഒരു മകളുണ്ട്. അവളുടെ പേര് ദീപ. നമ്മുടെ ഇഷയും ദീപയും അതേ അനാഥാലയത്തിൽ തന്നെയാണ് പഠിച്ചു വളർന്നത്. എന്നാൽ ദീപ ഇഷയെ ഒരു ഏട്ടത്തേരെയാണ് കാണുന്നത്. ഇപ്പോഴും ഇഷ വന്ന വഴി മറന്നിട്ടില്ല. താൻ പഠിച്ച ആ ഒരു ഓർഫനേജ് സ്കൂളിലെ കുട്ടികളെ കാണാന് എന്നും അവൾ വരാറുണ്ട്. അതുപോലെ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും അവൾക്ക് പറ്റുന്ന പോലെ അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്റെ ഡ്യൂട്ടിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വരികയാണ്. അതായത് കഴിഞ്ഞ 2 കൊലപാതകങ്ങൾ ആ ഒരു നാട്ടിൽ നടന്നില്ലേ, ആ 2 മർഡേഴ്സിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനാണ്. അപ്പൊ ഇഷ, അല്ല നിങ്ങളല്ലേ അർജന്റ് ഇല്ലാന്ന് പറഞ്ഞേ, ഇന്ന് റെഡിയാക്കി തന്നാൽ മതിയോ? അത് മാഡം, കൊൽക്കത്തയിൽ നിന്ന് ഒരു ACP സാറ് ഈ കേസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാ. അപ്പോൾ അദ്ദേഹത്തിന് അർജന്റായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ അയച്ചതാ. അപ്പൊ ഇഷ, വൈകുന്നേരത്തിനുള്ളിൽ റെഡിയാക്കി തരാം. അതേ സമയത്ത് നമ്മുടെ ഹീറോ ദത്തയിലെ അതിസുന്ദരമായിട്ടുള്ള രഘുനന്ദപൂരെന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പകുതി എത്തിയപ്പോൾ ഒന്ന് യൂറിൻ പാസ് അവിടെ നിർത്തുകയാണ്. അങ്ങനെ തിരിച്ച് തന്റെ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഒരു ലോറി വേഗത്തില് നമ്മുടെ ഹീറോയെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുകയാണ്. ജസ്റ്റ് മിസ്. ആ ഒരു ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞിട്ട് അവൻ നിർത്തുന്നുണ്ടോ? അപ്പോഴാണ് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒരു പ്രായമായിട്ടുള്ള ഒരാള് മുഖമൊക്കെ മറിച്ചിട്ട് പോകുന്ന കാണുന്നത്. അല്ല ചേട്ടാ, രഘുനന്ദപൂരിലേക്ക് ഈ വഴിയാണ് പോണ്ടേ? അതെ, ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആ സ്ഥലത്തി. അല്ല, നിങ്ങൾ ഈ കാട്ടില് ഇതെങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അങ്ങേര് എന്റെ കുറച്ച് ആടുകളെ തീറ്റാൻ ഇറങ്ങിയതാ. അപ്പൊ അവറ്റകളെ കാണുന്നില്ല. അപ്പോഴാണ് ആട്ടിൻകുട്ടികള് ആ കാട്ടിൽ നിന്ന് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ആട്ടിൻകുട്ടികളുടെ പേരും വിളിച്ചിട്ട് അങ്ങേര് ഫോറസ്റ്റിലേക്ക് കയറി പോവാണ്. അടുത്ത സീനില് രഘുനന്ദപൂരിലേക്ക് കടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് വന്നൊരു ലോറിയെ ആ നാട്ടിലെ ഇപ്പോഴത്തെ SI, ഇങ്ങനെയുടെ പേര് നരൻ എന്നാണ്. നരൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രൈവറോട്, എന്താ മോനെ ലോറിയില്? സാറിന് കിട്ടേണ്ടതൊക്കെ കറക്റ്റ് മാസം എത്തുന്നില്ലേ? നമ്മുടെ ആളുകൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ലോറി സ്റ്റോപ്പ് ചെയ്യുന്നത്? സ്റ്റേഷനിൽ മാത്രം കിട്ടിയാൽ പോരാ, ഇപ്പൊ ഈ ലോറി വിടണമെങ്കിൽ എനിക്കിപ്പോൾ പൈസ കിട്ടണം. എന്നാലേ ലോറി ഇവിടെ നനങ്ങൂ, ഇല്ല ഇവിടെ കിടക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ ACP വരുന്നത്. അപ്പൊ SI, അല്ല സാറെ കണ്ടിട്ട് കുറെ നാളായല്ലോ, അവസാനം ട്രെയിനിങ് ടൈമിലെ കണ്ടേ. സാറിന്റെ ബുദ്ധി വെച്ച് സാർ ACP ആയി, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ SI ആയി പോയി. എന്നിട്ട് ആ ഒരു ലോറി ഡ്രൈവറോട്, നിനക്ക് വണ്ടി ശരിക്കും ഓടിക്കാൻ അറിയില്ലടാ, എടുത്തിട്ട് പോടാ. എന്നാൽ നമ്മുടെ ഹീറോ ACPക്ക് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഇവനെ കണ്ടിട്ട് എന്തോ കള്ള ലക്ഷണം ഉണ്ടല്ലോ, വണ്ടി ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. എന്നാൽ നമ്മുടെ SI തരിച്ചിട്ട് ചെക്ക് ചെയ്യാനാ പണി പാളിയെന്ന് വിചാരിക്കുമ്പോൾ, എന്താന്നാരാ ഞാനിനി ചെക്ക് ചെയ്യണോ? അങ്ങനെ 2 കോൺസ്റ്റബിൾസിനോട് ആ ഒരു വണ്ടി ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയും പോയി നോക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഷോക്കായി പോകുന്നത്. കാരണം ആ ഒരു വണ്ടിയിലല്ലേ കുറേയധികം ചെറിയ പെൺകുട്ടികളെ കെട്ടി ബന്ധിച്ചിട്ട് എങ്ങോട്ടോ കടത്താനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ SIക്ക് പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവറോട്, നോക്കി നിൽക്കാതെ എന്നെ തള്ളിട്ടിട്ട് ഓടി രക്ഷപ്പെടാടാ. അതുപോലെ ഡ്രൈവർ SIയെ തള്ളിട്ട് ഓടുമ്പോൾ ആ കാഴ്ച ഹീറോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവനെ ലോക്ക് ചെയ്യുമ്പോൾ SIക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെ കൂടെയുള്ളവനെ കൂടി പിടിച്ചോണ്ടിരുമ്പോൾ AC പറയുന്നുണ്ട്, മോനെ SI നരാ, നിന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു കാര്യം ചെയ്യ്, എല്ലായിടത്തിനും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴാണ് ആ സ്റ്റേഷൻ നമ്മൾ കാണുന്നത്. അതായത് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, ടിവിയിൽ ഓരോ മാച്ചും കണ്ട് ഓരോ സ്നാക്സും കഴിച്ചിട്ട് വിരുന്ന് വീട്ടിൽ വന്ന പോലെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജോളിയായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് നമ്മുടെ മിശ്രയില്ലേ, അയാളുടെ വലങ്കൈ നേപ്പാൾ വരുന്നത്. എന്നിട്ട്, അല്ല സാറേ, ആരുടെ ലോറിയ സാറ് പിടിച്ചെന്നറിയോ? മിശ്രയുടേതാ. അത്രയ്ക്ക് ധൈര്യക്കായോ? അപ്പൊ ഓഫീസർ, താൻ എന്താടാ പറയുന്നത്? ആര് ലോറി പിടിച്ചെന്ന്? ഇവിടെ ആരാടാ മിശ്രയുടെ ലോറി
പിടിച്ച്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ മാസായിട്ട് വരുന്നത്. ഞാൻ ആ ലോറി പിടിച്ച്. അത് വെറുതെ പിടിച്ചതല്ല, ആ ലോറിയിൽ കുറേയധികം ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനായിരുന്നു. അതായത് മനുഷ്യക്കടത്ത്. അതിന്റെ പിന്നിൽ ആരാന്നറിയണ്ടേ. അപ്പോൾ നേപ്പാള് കൂടുതലൊന്നും പറയാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഹീറോ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഈ ലോറിയിൽ വന്ന 2 എണ്ണത്തിനില്ലേ ഇവരുടെ മേലെ കേസെടുത്തിട്ട് തൽക്കാലം അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇൻസ്പെക്ടർ, സാറേ ഇതെന്റെ സ്റ്റേഷനാ, ഇവിടെ എന്താ തീരുമാനിക്കേണ്ടത്, അത് ഞാൻ ചെയ്തോളാം. എന്നാൽ ഹീറോ, അത് പറ്റില്ലല്ലോ, തന്റെ ഹയർ ഓഫീസറാണ് ഞാനെങ്കിൽ ഞാൻ പറയുന്നത് താൻ കേട്ടേ മതിയാവും, പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അതായത് ഹീറോയെ അങ്ങോട്ട് അയച്ച DCP ഇല്ലേ, അങ്ങേരാണ്. എന്തായി പോയ കാര്യമൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഹീറോ, കാര്യങ്ങളൊക്കെ ഓക്കെയാ, എന്നാൽ ഇവിടെ നാട്ടിലെത്തിയപ്പോ വേറെ ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നൊരു കേസിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ DCP, അതൊന്നും താൻ നോക്കണ്ട, താൻ എന്തിനാ അങ്ങോട്ട് പോയത്, ആ ഒരു മർഡർ കേസ് മാത്രം നോക്കിയാൽ മതി. തൽക്കാലം ഇൻസ്പെക്ടറിന് ഫോൺ കൊടുക്ക്. അങ്ങനെ ഇൻസ്പെക്ടറിനോട് DCP എന്തോ പറഞ്ഞ ശേഷം, ഇൻസ്പെക്ടർ, ഞാൻ അപ്പോഴേ സാറോട് പറഞ്ഞതല്ലേ, അപ്പോൾ സാറി നാട്ടിൽ വന്ന കേസില്ലേ അത് നോക്ക്, ഈ കേസ് ഞാൻ നോക്കിക്കൊള്ളാട്ടാ. ആ ഒരു ഡബിൾ മർഡർ കേസിന്റെ ഫയല് ഞാൻ സാറ് തന്നേക്കാം. അങ്ങനെ ആ ഒരു ഫയല് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുമ്പോൾ ഇൻസ്പെക്ടറിന് വേറൊരു കോള് വരികയാണ്. അതായത് 2 കൊലപാതകം നാട്ടിൽ നടന്നില്ലേ, അതുപോലെ മറ്റൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷോക്കായിട്ട്, അല്ല എന്താണ് പറയുന്നത്, അടുത്ത കൊലപാതകം എവിടെയാ നടന്നേ? അങ്ങനെ ആ ഒരു ലൊക്കേഷൻ വാങ്ങുമ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി നോക്കുമ്പോൾ ആരെയോ കൊലപ്പെടുത്തിട്ട് കെട്ടി തൂക്കിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ഡോക്ടർ ഇഷയും അതുപോലെ ദീപയുമാണ്. അപ്പോൾ ഹീറോ അവരോട്, നിങ്ങൾ എന്താ കണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാറേ ഇഷ ചേച്ചിയും ഞാനും ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ഡെഡ് ബോഡി നമ്മൾ കണ്ടേ. ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയായിരുന്നു. അപ്പൊ ഹീറോ, അല്ല താൻ പറഞ്ഞ ഡോക്ടർ ഇഷ അവരെവിടെ? അത് സാറേ, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോലീസ് വരുന്നവരെ കാത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നോടുകൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മയെ നോക്കാൻ ചേച്ചി പോയതാ. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഡോക്ടർ ഇഷയോട് നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. അതേ സമയത്ത് ദീപ പറഞ്ഞ പോലെ തന്നെ ഇഷ അവളുടെ അമ്മയ്ക്കില്ലേ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വല്ലാതെ വാശി പിടിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. പോയി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ദീപ തന്നെയാ. അപ്പോൾ ഇഷ, അല്ല പോലീസ് വന്നിട്ട് കാര്യങ്ങൾ എന്തായി? അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, അവർ വന്നു, നമ്മൾ കണ്ട കാര്യമൊക്കെ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ ഇഷ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ അമ്മക്ക് ഫുഡ് കൊടുക്ക്, എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഇഷ അവിടുന്ന് പോവാണ്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇല്ലേ, ആ നാട്ടിലെ ബഡാ വില്ലൻ മിശ്രയുടെ ഒരു എതിർ ഗ്യാങ്ങിന്റെ ലീഡർ ഉണ്ട്. ഇയാളുടെ പേര് സീനു എന്നാണ്. അങ്ങേരോട് ഹീറോ, അല്ല മിശ്രയുടെ ടീമും നിങ്ങളുടെ ടീമായിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമൊക്കെ. ആ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടതിനാണോ നിങ്ങളിപ്പോ മിശ്രയുടെ ആളുകളെ തേടി പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രിയും കൂടി ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലവിലിപ്പോ മിശ്രയുടെ 3 ആളുകളായി. എന്നാൽ സീനു ആണെങ്കിൽ നിങ്ങളെ പറയുന്ന പോലെ നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യം തന്നെയാ. എന്നാൽ അതൊക്കെ എത്രയോ നാളുകൾ മുമ്പാണ്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ ആ ഒരു പഴയ ലൈഫിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങളെ സഹായിക്കുക, അവർക്ക് നല്ലത് ചെയ്യുക, അത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. മിശ്രയും അവന്റെ അടിയാളൻ നേപ്പാള്, ആ ടീമിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവരുടെ അടുത്ത് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ഡ്രഗ്സ് സെയില്, അതുപോലെ ചെറിയ പെൺകുട്ടികളെ മറ്റ് നാടുകളിലേക്ക് കടത്തിക്കൊണ്ടുപോവുക, അതും പോലീസിന്റെയും പല അധികാരികളുടെ ഹെൽപ്പോടുകൂടി. ആരും തന്നെ ചോദ്യം ചെയ്യാനും തടുക്കാനുമില്ല. മിശ്രയും ടീമും ചെയ്യുന്ന ഒരു ബിസിനസ് ഇപ്പം ഞാൻ ചെയ്യുന്നുമില്ല. പിന്നെ അയാളെ തടുക്കുവോ അയാളുടെ ആളുകളെ തേടിപ്പോവോ അതിന്റെ ആവശ്യം എനിക്കെന്താ? ഞാനോ എന്റെ ആളുകളോ അല്ല നിങ്ങൾ ഈ പറയുന്ന കൊലപാതകം ഒന്നും ചെയ്തത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മിശ്രക്ക് കലിപ്പ് ഇളകിയിട്ടുണ്ട്. കാരണം അയാളുടെ 3ാമത്തെ ആളിപ്പോ കൊല്ലപ്പെട്ടില്ലേ. മിശ്ര കലിപ്പിൽ പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിലെ നമ്മുടെ എതിർ ടീമിന്റെ നേതാവ് സീനുവില്ലേ, അവൻ തന്നെയാ. നമ്മുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന അവന്റെ ടീമിൽ ഒരുത്തൻ തീരണ്ടേ? നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുത്തിനെ തീർത്തേക്ക്. അപ്പോൾ നേപ്പാള് മിശ്രയോട്, ഇപ്പോൾ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലേ. കാരണം ആ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനേ ഒരു പോലീസ് ഓഫീസർ ACP ചുമതലയേറ്റിട്ടില്ലേ, അയാൾ അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല നമ്മുടെ ടീമിലെ ഏതൊക്കെയോ ചാരന്മാരുണ്ട്, അവരാദ്യം തേടി കണ്ടുപിടിക്കുക. അല്ലാതെ ഒരു കൊലയ്ക്ക് മറ്റൊരു കൊലയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിച്ചാൽ നിൽക്കില്ല. അപ്പം മിശ്ര, എന്നാ പിന്നെ താൻ നമ്മുടെ ടീമിലെ ആ ചാരനെ കണ്ടുപിടിക്കാൻ നോക്ക്. അടുത്ത സീനില് നമ്മുടെ SI നരനിലെ ഒരു ഡാൻസർ പെൺകുട്ടിയായിട്ട് പാട്ടും പാടി ഡാൻസ് കളിച്ച് അങ്ങനെ അവളുടെ കൂടെ നേരെ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അതേ റൊമാൻസിലേക്ക് കടക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ACP ആണ്. എന്നാൽ ആദ്യം കോൾ വന്നപ്പോൾ നരൻ ഫോൺ എടുക്കുന്നില്ല. ഒരു ഇമ്പോർട്ടന്റ് ജോലിയുള്ളപ്പോഴാണ് ഇയാൾ ഫോൺ വിളിക്കുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ നിർത്താതെ വിളിച്ചപ്പോ അവസാനം ഫോൺ എടുത്തിട്ട്, പറ സാറേ. അല്ലടാ നേരാ, നീ എവിടെയുള്ളേ? സാറേ ഞാൻ വീട്ടിലാ. ഞാനും നിന്റെ വീട്ടിന്റെ പുറത്തുണ്ട്, വേ ഇറങ്ങിയോ? അല്ല സാറേ, ഞാൻ എന്റെ വീട്ടിലല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. ആഹാ, ഫ്രണ്ടിന്റെ വീട്ടില? അല്ല ഞാൻ വന്നതേ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഒന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം നേരം പ്രശ്നമൊന്നുമില്ല സാറേ, നാളെ രാവിലെക്കുള്ളിലേ ഞാനത് വാങ്ങി സാറിനെ ഏൽപ്പിക്കാം. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ കാണാൻ വരുമ്പോ ഹീറോ, അല്ലടാ കഴിഞ്ഞ ദിവസം ഏത് ഫ്രണ്ടിന്റെ അടുത്തായിരുന്നു? അത് സാറേ ഒരു ഡാൻസർ പെൺകുട്ടിയാ, അവളുടെ പേര് രമ്യ എന്നാ. അല്ല അവളെന്താ ചെറിയ
ചെറിയ പെൺകുട്ടിയാ? പഠിക്കാറ്റാണോ? പഠിക്കുമെന്നല്ല സാറേ, ഞാനും അവളും ഇപ്പോ പ്രണയിക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഹീറോ ആഹാ അത് നല്ലതാ. അല്ലടാ, എപ്പോഴാണ് ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കിട്ടുക? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഡോക്ടർ ഈശയും ദീപയും വരുന്നത്. അപ്പൊ തരാൻ സാറേ, നമുക്ക് നേരെ ഡോക്ടറോട് തന്നെ ചോദിച്ചാലോ? അങ്ങനെ ഈശോയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ആദ്യം നടന്ന 2 കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രാത്രി നടന്ന കൊലപാതകത്തിന്റെ റിപ്പോർട്ട് റെഡി ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാക്സിമം തീർത്ത് തന്നേക്കാം. അപ്പൊ ഹീറോ അത് മതിയാവും. പിന്നെ ഇപ്പോ നിലവിൽ 2 കൊലപാതകം നടന്നില്ലേ? ആ ഒരു 2 മർഡേഴ്സും എങ്ങനെയാ നടന്നത്? എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? അതായത് കൊലയാളി വളരെ ഷാർപ്പായി പ്ലാൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഒരാളെ എങ്ങനെ കൊലപ്പെടുത്തുക? അതായത് ഒറ്റ ട്രയലിൽ തന്നെ മരണപ്പെടണം. അങ്ങനെ ഒന്നുകിൽ കഴുത്തിന് മുൻപിലൂടെ അല്ലെങ്കിൽ പിന്നിലൂടെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ കുത്തി ഇറക്കിയിട്ടാണ് ഈ മർഡേഴ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. വേറെയും കുറെ കേസുകൾ ഉള്ളതുകൊണ്ട് വേറെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കറക്റ്റ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഹീറോ ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്തേക്കാം. പിന്നെ 3ാമത് നടന്ന മർഡർ ഇല്ലേ, ആ ഒരു ഡെഡ് ബോഡി ഡോക്ടർ ഇഷ നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നില്ലേ? അപ്പോൾ ആ ഒരു മർഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? അത് സാറ്, ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് ദീപയായിട്ട് ബൈക്കിൽ തിരിച്ചു പോകുമ്പോഴാണ് ഫോറസ്റ്റിന് നടുക്കൂടി ഒരു ആടിനെ തേടിയിട്ട് ഒരാൾ പോകുന്ന കണ്ടേ. റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അയാളോട് സംസാരിക്കുമ്പോഴാണ് സൈഡിൽ ഫോറസ്റ്റിലായിട്ട് ഒരാള് തൂങ്ങി ആടുന്നത് നമ്മൾ കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് അറിയിച്ചതാ. കുറെ നേരം കാത്തുനിന്നിട്ടും പോലീസ് വരുന്ന കാണാതായപ്പോ വീട്ടില് അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ദീപ അവിടെ നിർത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാം വേഗം വീട്ടിലേക്ക് പോയതാ. അപ്പൊ ഹീറോ അല്ല, ഈ ദീപ നിങ്ങളുടെ നേരെ അനിയത്തിയാണോ? എന്റെ നേരെ അനിയത്തിയല്ല, ഇവിടെ അടുത്തായിട്ട് ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടുത്തെ ടീച്ചറും അതുപോലെ അനാഥ മന്ദിരത്തിന്റെ കെയർ ടേക്കറും ആയിട്ടുള്ള ഒരു സാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ മാഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ദീപ. അപ്പോൾ ചെറുപ്പം മുതലേ ദീപയും ഞാനും നല്ല ഫ്രണ്ട്സാണ്. അന്ന് മുതലേ അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കാറ്. എന്റെ വീട്ടില് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകിൽ അമ്മയുടെ കാര്യം ഞാൻ നോക്കും, ഇനിയിപ്പോ ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ദീപയാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കാറ്. അപ്പൊ ഹീറോ ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, 3ാമത് നടന്ന മർഡറിന്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേഗം തന്നെ റെഡിയാക്ക്. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ പോകുന്നത് ഇപ്പോൾ അവസാനമായിട്ട് 3ാമതായിട്ട് കൊല്ലപ്പെട്ട ആ ഒരു ബോഡി കിട്ടിയില്ലേ, ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അതായത് പോലീസിന് കണയിൽപ്പെടാത്ത എന്തെങ്കിലും തെളിവ് പകൽ സമയത്ത് കിട്ടിയാലോ? എന്നാൽ പുതുതായിട്ട് പ്രത്യേകിച്ച് ഒരു ക്ലൂവും അവർക്ക് കിട്ടിയില്ല. അപ്പൊ ഹീറോ അല്ല, ഈ മരണപ്പെട്ട വ്യക്തിക്ക് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ലേ? നമുക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്താലോ? അപ്പോൾ നരൻ അവന്റെ ഫാമിലി ഒരു വൈഫ് 2 മക്കളുണ്ടെന്ന് തോന്നേ. അങ്ങനെ നേരെ അയാളുടെ ഭാര്യയെ കാണാൻ പോയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാറേ, എന്റെ കെട്ടുവനാണെങ്കിൽ ഈ ലേഡീസ് വിഷയത്തിൽ കുറച്ച് വീക്കാ. അതായത് പല സ്ത്രീകളുടെയും പിന്നാലെ പോവാറുണ്ട്, പലപ്പോഴും പല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ട് മർഡർ നടന്നതാണോന്നും അറിയില്ല. സാറേ, ഞങ്ങളുടെ മോള് ഇവൾക്ക് ചെവി കേൾക്കില്ല. എന്റെ കാര്യം പോട്ടെ, ഇവളുടെ കാര്യം പോലും ഇവളുടെ അച്ഛൻ കണ്ടറിഞ്ഞ് ചെയ്യാറില്ല. വല്ലാതെ കഷ്ടത്തില സാറേ നമ്മുടെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേപ്പാള് സ്വന്തം ടീമിൽ ഏതെങ്കിലും ചാരനുണ്ടോ ഒന്ന് തേടി നോക്കുന്നുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ, ഇവന്റെ പേര് രാജു എന്നാണ്, ബ്ലൂ ഷർട്ട്, ഇവനാണ് അവസാനമായിട്ട് കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാജുവിനോട് പൊന്നുമോനെ നീയല്ലേ അവനെ കൊലപ്പെടുത്തിയെ? അപ്പൊ രാജു, നേപ്പാളെ നിങ്ങൾ എന്താ പറയുന്നേ? അവൻ എന്റെ ടീമല്ലേ, കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ, ഞാൻ പിന്നെ എന്തിനാ അവനെ കൊല്ലുന്നേ? സാധാരണ ഇടക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്, അങ്ങനെ ഫോൺ ചെയ്തതാ. അങ്ങനെ ദേഷ്യത്തില് രാജുവിടുന്ന് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും SIയും ഇല്ലേ, ഇപ്പോ 3ാമത് കൊല്ലപ്പെട്ട ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവന് ലേഡീസ് വിഷയത്തിൽ കുറച്ച് വീക്കാണ്. അപ്പൊ അതിന് മുമ്പ് നടന്ന 2 കൊലപാതകത്തില് അവർ ഇതുപോലെ ലേഡീസ് വിഷയത്തിൽ വീക്കാണ് നോക്കുമ്പോൾ അവരും ഇതുപോലെ പലപ്പോഴായിട്ട് പല പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിക്കാറും അവരെ കാണാൻ പോകാറൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടാണ്. അപ്പൊ നരൻ അല്ല സാറേ, ഈ കേസുമായിട്ട് സ്ത്രീകൾക്ക് എന്തോ ബന്ധം തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഹീറോയ്ക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. അതായത് ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ലേഡീസ് ആയിരിക്കുമോ ഇനി ഈ മേഡേഴ്സിന്റെ ഒക്കെ പിന്നില്? അല്ല, ഈ നാട്ടില് ഈ റെഡ് സ്ട്രീറ്റ് പോലെ ഏരിയ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നരൻ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് സാറേ. അതുപോലെ ഒരു സ്ഥലത്ത് നിന്നാണ് എന്റെ ഗേൾഫ്രണ്ട് രമ്യയില്ലേ, അവളെ ഞാൻ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നേ. ചിലപ്പോ രമ്യക്ക് അവൾക്ക് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നല്ലോണം അറിയായിരിക്കും. അപ്പോൾ നമുക്ക് അവളോട് ചോദിച്ചാലോ? അപ്പൊ ഹീറോ പിന്നെന്താ പോയി കളയാന്ന്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേപ്പാളിനും 3ാമതായിട്ട് കൊല്ലപ്പെട്ട വ്യക്തിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് അവസാനമായിട്ട് അവനൊരു ലേഡിയെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് നേപ്പാളെ നിങ്ങൾ പറഞ്ഞ പോലെ അവനന്ന് വരാന്ന് പറഞ്ഞതാ. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി മൊത്തം അവന് വേണ്ടി കാത്തുനിന്ന് അന്നത്തെ എന്റെ ദിവസം തന്നെ വേസ്റ്റ് ചെയ്യും. 10 പൈസ കിട്ടിയില്ല. ആ ഒരു മരത്തലേന്റെ വാക്ക് വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നേപ്പാള് അവനെ കഴിഞ്ഞ രാത്രി ആരോ കൊലപ്പെടുത്തി ഫോറസ്റ്റിൽ കെട്ടി തൂക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ആ ഒരു ലേഡി വല്ലാതെ ഷോക്കാകുമ്പോ നേപ്പാള് സത്യം പറ, അന്ന് നീ അവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ലാന്ന് സത്യമായിട്ട് കണ്ടിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ നരൻ ഹീറോയെ കൂട്ടിയിട്ട് അവന്റെ ലവർ സൂര്യ മീറ്റ് വന്നിരിക്കല്ലേ. അപ്പോൾ അവളോട് ഹീറോ, നിലവിലിപ്പോ നമ്മുടെ നാട്ടില് 3 ആളുകൾ കൊല്ലപ്പെട്ടില്ലേ, ഈ മർഡേഴ്സുമായിട്ട് ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡികൾക്ക് ബന്ധമുണ്ടോന്നാണ് ഇപ്പൊ നമ്മുടെ സംശയം. നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും ലേഡിയുടെ അടുത്ത് ഇവരാരെങ്കിലും കണ്ടതായിട്ടോ വന്നതായിട്ടോ എന്തെങ്കിലും അറിവ് നിനക്കുണ്ടോ? അപ്പോൾ രമ്യ പറയുന്നത് കഥയുടെ ആരംഭത്തിൽ
രാത്രിയിൽ നേപ്പാളിന്റെ ചില റൗഡുകളെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വന്നപ്പോ ആ കൂട്ടത്തിലെ ഒരുത്തനെ ആരോ കൊലപ്പെടുത്തിയിരുന്നില്ലേ, അവന്റെ പേര് ജഗ്ഗു എന്നായിരുന്നില്ലേ. അപ്പൊ രമ്യ ആ ഒരു ജഗ്ഗുലെ അവനൊക്കെ ചത്ത് മലക്കണ്ടോ തന്നെയാ. അപ്പൊ ഹീറോ അല്ല നീ എന്താ അങ്ങനെ പറയുന്നേ, അവൻ നിന്നോട് എന്താ ചെയ്തെന്നോ. സാറേ എനിക്ക് അമ്മയില്ല, ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ജഗ്ഗും അവനൊരു കൂട്ടാളിയും എന്റെ അച്ഛന് മദ്യം വാങ്ങി കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്ന് എനിക്കൊരു നല്ല ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ജഗ്ഗു എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതാ. ഞാനും എന്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കരുതിയതാ. പക്ഷേ അയാളെ നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് പ്രോസ്റ്റിറ്റ്യൂട്ട് സെന്ററിൽ എന്നെ വിൽക്കാനിരുന്നു. അങ്ങനെ എന്നെ വിറ്റ പൈസ 25,000 വാങ്ങിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയത്. അങ്ങനെയാണ് എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോ SI നരൻ ചോദിക്കുന്നുണ്ട്, അല്ല രമ്യ ഈ കാര്യമൊന്നും നീ ഇതുവരെയായിട്ട് എന്നോട് എന്താ പറയാത്തെ. അപ്പൊ രമ്യ എന്തിനാ പറയുന്നേ, നീയും വന്നത് എന്റെ ശരീരം കണ്ടിട്ടല്ലേ, അല്ലാതെ എന്നോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഹീറോ അല്ല രമ്യ സത്യം പറ, നീയല്ലേ ഈ കൊലപാതകം ചെയ്യുന്നേ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് നീ പക വീട്ടുക. അല്ല സാർ എന്താ പറയുന്നേ, ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ ഹീറോ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് നീ എവിടെ ഉണ്ടായിരുന്നേ. അപ്പോ SI നരം പറയുന്നത്, സാറേ ആ 3 കൊലപാതകം നടക്കുള്ളൂ ഇവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്, എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. 3ാമത് നടന്ന കൊലപാതകം നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവൾ എന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇവളാൻ ചാൻസ് ഇല്ല. അപ്പൊ ഹീറോ ആഹാ അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, നമുക്കൊന്ന് ശരിക്കും അന്വേഷിച്ച് നോക്കാം. അതേ സമയത്ത് അന്ന് രാത്രി മിശ്രയും നേപ്പാളും ഇൻസ്പെക്ടറും ചേർന്നിട്ട് നേരെ ദേബിയുടെ ആ ഒരു അനാഥ മന്ദിരത്തിലേക്ക് പോവാണ്. അതായത് മിശ്ര കുറേയധികം ചെറിയ പെൺകുട്ടികളെ ലോറിയിൽ കടത്താൻ ശ്രമിച്ചിരുന്നില്ലേ, നമ്മുടെ ഹീറോ ആ കുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ട് നേരെ ഈ അനാഥ മന്ദിരത്തിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ദീപയോട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ കുട്ടികളില്ലേ അവരെ ഇപ്പോ ഞങ്ങളുടെ കൂടെ അയക്കി. എന്നാൽ സിദ്ധാർത്ഥ് മാഷും ദീപയും പറയുന്നത് അവരെ വിടാൻ പറ്റില്ല, അവരെല്ലാവരും വല്ലാതെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന അനാഥകളായ പാവം കുട്ടികളാ, അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ മോളെ, അതൊന്നും നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല, നീ പോയിട്ട് കൂട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ കയറിയിട്ട് കൂട്ടിക്കൊണ്ടോണോ. അപ്പൊ ദീപ അത് വേണ്ട, ഞാൻ കൂട്ടിയിട്ട് വരാം. അങ്ങനെ അവള് നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഉടനെ തന്നെ ഡോക്ടർ ഇഷയെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ ഇഷ നീ പേടിക്കണ്ട, ഞാൻ ഉടനെ നമ്മുടെ ACP സാറിനോട് കാര്യം പറയാം. അങ്ങനെ ഹീറോയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ SIയും കൂട്ടിയിട്ട് നേരെ ആ ഒരു അനാഥ മന്ദിരത്തിലേക്ക് വരികയാണ്. കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ നേപ്പാളിന്റെ കാരനെ അടിച്ചു പൊട്ടിച്ചിട്ട് ആ ഒരു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സാറേ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതല്ലേ ഇവിടെ വന്നിട്ട് കൂടുതൽ കളി ഇറക്കണ്ടെന്ന്, സാറ് വന്ന ജോലി മാത്രം നോക്കിയാൽ മതി, ഈ കേസ് എന്റെ അധീനതയില്ല. അങ്ങനെ DCPക്ക് ഫോൺ ചെയ്തിട്ട് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ DCP നിന്നെ ഞാൻ ആ നാട്ടിലേക്ക് അയച്ച കേസ് എന്തായി. അപ്പൊ ഹീറോ സാർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിന്നോട് ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞോ. ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് താനങ്ങ് വന്നാൽ മതി, ആ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും കൊണ്ടുപോയിട്ട് താൻ തൽക്കാലം തലയിടണ്ട. അപ്പോൾ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ഫോണും കൊടുത്ത് ആ കുട്ടികളെ നോക്കുമ്പോൾ അവരോരോരുത്തരും വല്ലാതെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഹീറോയ്ക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നമ്മുടെ ഹീറോയിൻ ഇഷയെ കാണാൻ വരുമ്പോൾ അവളാണെങ്കിൽ അല്ല സാറേ ആ കുട്ടികളെ രക്ഷിച്ചോ, എന്നാൽ ഹീറോ ആണെങ്കിൽ മറുത്ത് ഒന്നും പറയാതിരിക്കുകയാണ്. സാറേ എന്തെങ്കിലും പറ. അപ്പോഴാണ് ഹീറോയിലെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലൊരു രാഷ്ട്രീയക്കാരനെ നമ്മുടെ ഹീറോ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് സാറിന്റെ അനാവശ്യ പരിപാടിയാണ്, എന്റെ മേലെ കൈവച്ചാല് ഞാൻ എന്താ ചെയ്യാന്നറിയില്ല, മുകളിലൊക്കെ നല്ല പിടിയാ, ഞാൻ എന്തായാലും പുറത്തു വരും, വന്നാല് തന്റെ കുടുംബത്തെ ഞാൻ ചിന്ന പിന്നാക്കും. എന്നാൽ ഹീറോ ഒന്നും കേൾക്കാതെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ ഒരു റൗഡി രാഷ്ട്രീയക്കാരൻ അയാൾ പുറത്തു വരികയും ചെയ്തു. അയാൾ പറഞ്ഞ പോലെ തന്നെ ഹീറോയുടെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തതാണ്. തന്റെ ലൈഫിൽ നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോ ഓർത്തു വെക്കാണ്. അപ്പൊ ഈശയും അല്ല സാറേ സാറോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സാറിന് ചെയ്യുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ, മുകളിൽ കുറേയധികം ഓഫീസേഴ്സ് ഉണ്ട്, അധികാരികൾ പറയുന്നതിന്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. അപ്പോൾ കൂടുതലൊന്നുമില്ല, നാളെ എന്തായാലും രാവിലത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ ആ ഒരു റിപ്പോർട്ടും വാങ്ങിയിട്ട് സാറ് നാട്ടിലേക്ക് പോയിക്കോ. അതായത് ഈശയ്ക്കും വല്ലാത്ത സങ്കടവും നിരാശയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ എടുത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ റിപ്പോർട്ടുകൾ വാങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ SI നേരൻ ഹീറോയോട് പറയുന്നുണ്ട്, സാറേ ഇതുവരെ ഞാനൊരു നല്ല ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടില്ല, എന്നാൽ എന്റെ മനസ്സിൽ മാറ്റം വരുത്തിയത് സാറാണ്, അതുകൊണ്ട് ഇനി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പോലീസ് ആയിരിക്കും ഞാൻ. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത്, ഇൻസ്പെക്ടർ സാറ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ സാറേ ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ സാറിനെ തന്നെ ഏൽപ്പിക്കാൻ കമ്മീഷണർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 കൊലപാതകത്തിന് പിന്നിലെ കൊലയാളിയെ സാറിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂന്ന് അങ്ങനെ പറയുന്നത്. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് സന്തോഷം അടക്കാൻ വരുന്നില്ല. അപ്പൊ ഇൻസ്പെക്ടറോട് അപ്പോൾ ഇനി എനിക്ക് ഈ കേസ് മര്യാദക്ക് നോക്കാലോ, അപ്പോൾ താൻ തന്റെ ജോലി ചെയ്തോ, ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാതെ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ SI നരനും വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ ആ ഒരു മർഡേഴ്സിന്റെ പിന്നിലെ കൊലയാളെ കണ്ടുപിടിക്കാതെ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് നമ്മുടെ ഹീറോയിൻ ഇഷയോട് പറയുമ്പോൾ അവൾക്കും ഹാപ്പി ആവാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ നേരെ മിശ്രയെ മീറ്റ് ചെയ്യാൻ പോയിട്ട്, സാറേ അവനെ കൊണ്ട് തീരെ സമാധാനം കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം എല്ലാ പ്രശ്നവും തീർന്നിട്ട് അവൻ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കമ്മീഷണർ തന്നെ ഫോൺ വിളിച്ചിട്ട്
അവൻ ആ കേസ് വീണ്ടും ഏൽപ്പിച്ചേ. ഇനിയിപ്പോൾ ആ കേസിന്റെ ഒരു ഡീറ്റെയിൽസും എനിക്ക് അറിയാനും തലയിടാനും പറ്റില്ല. അപ്പൊ മിശ്ര, ഇൻസ്പെക്ടറെ, അത് താൻ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആരെ പിടിച്ചാല് എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയാം, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ മിശ്ര ഇല്ലേ നേപ്പാളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല താൻ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരു ചാരനെ പിടിച്ചില്ലേ, രാജു, അവനിപ്പോ എവിടെയുള്ളത്? അത് അവൻ നമ്മുടെ എതിർ ടീമില്ലേ സീനു, അങ്ങരുടെ ഗ്യാങ്ങിൽ ചേർന്നെന്ന് അറിഞ്ഞേ. അത് കേട്ടപ്പോ മിശ്രയ്ക്ക് വല്ലാതെ കലിപ്പാവാണ്. ആഹാ, എന്നെ വിട്ടിട്ട് അവൻ വേറെ ടീം ചേർന്നോ? അത് ശരിയാവില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറ. കഴിഞ്ഞ 7 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. അപ്പോൾ എൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് പലതും അവനറിയാം. ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക, അതുപോലെ എവിടെയൊക്കെ എനിക്ക് ഡീലിങ്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവനിപ്പോൾ എതിർ ടീമിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു തരത്തിൽ ആപ്പാണല്ലോ. അപ്പോൾ അവനോട് എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്നെ മീറ്റ് ചെയ്യാൻ പറ. അതേ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ മാഷില്ലേ, അങ്ങനെ ഏതോ ഒരുത്തൻ കാണാൻ വന്നിട്ട് നമ്മുടെ രാജു ഇല്ലേ, അവൻ വീണ്ടും മിശ്രയുടെ ടീമിൽ ചേരാൻ പോവാ. അത് കേട്ടപ്പോ നമ്മുടെ മാഷില്ലേ അങ്ങേർക്കും വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ ആ ഒരു അജ്ഞാതൻ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോ തന്നെ മാഷില്ലേ അങ്ങേര് വേറെ ആരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുവരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും തരാതെ നല്ല ഗ്രിപ്പിങ്ങോടെയല്ലേ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകളും യഥാർത്ഥ സസ്പെൻസുകളും നമുക്ക് ഈ കഥയുടെ 2ാമത്തെ പാർട്ടിലൂടെ കണ്ടാലോ. അപ്പോൾ ഇതുവരെ കഥ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും മാക്സിമം വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫൈനൽ പാർട്ടിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ച് കണ്ടാലോ.